ഹലോ ഡിയേഴ്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നട്ടപ്പാതിലേക്ക് എണ്ണീറ്റിരുന്ന് വീഡിയോ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ മൊത്തം ലൈറ്റൊക്കെ ഓഫാക്കി ഞാനിപ്പോൾ അടുക്കളയിലാണ് ഇരിക്കുന്നത്. മക്കളെ രണ്ടുപേരെ ഉറക്കി കിടത്തി ബാക്കിലെ ഹോളിൽ എല്ലാ ലൈറ്റും കെടുത്തിക്കാണ്. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി, അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ല, അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ ജോലികളും തീർത്തിട്ട് അടുക്കളയിൽ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഞാനൊരു Q&A ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉറക്കെ പറഞ്ഞാൽ മിക്കവാറും അമ്മ എണീറ്റ് വരും. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് ഈസിയാണ്, പക്ഷെ നമ്മളിങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ കുറച്ച് പാടാണ്. എന്തോ പോലെ ഒരു ഇതുണ്ട്. ക്യാമറയെ നോക്കുന്നതിന് പകരം ഞാൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കളയാൻ നമുക്ക് നമ്മുടെ Q&Aയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊള്ളത്തില്ല, എന്തെങ്കിലും സൗണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ രാത്രിയാകുമ്പോൾ ഒരു വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഇങ്ങനെ ഓൺ വോയിസ് ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കുറവായതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ ഒരു ആത്മവിശ്വാസക്കാരെ നമുക്ക് എടുക്കാനൊക്കെ കാണും. അപ്പോൾ ഒരു മാസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ ഇടാൻ പറഞ്ഞു. അപ്പം ഒരു 5-6 പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അധികം ഒന്നുമില്ല, 5-6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊക്കെ നോക്കാം. അപ്പം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിദ്യാ സുദർശനൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫോണല്ലേ ഉള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ചോദ്യങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചേക്കുവാണ്. എന്നിട്ട് അതിൽ നോക്കിയിട്ട് ഞാൻ ചോദ്യങ്ങൾ വായിക്കാം കേട്ടോ. ചേച്ചിയുടെ ഏജ് എത്രയാണ്? എനിക്ക് 27 വയസ്സാണ് കേട്ടോ. ഇപ്പം 2023. മൊബൈലിലാണോ ലാപ്ടോപ്പിലാണോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്? എന്നെയൊക്കെ നോക്കി ചോദിക്കാവോ ലാപ്ടോപ്പ് ഉണ്ടോ എന്ന്? മൊബൈലാണ് കേട്ടോ, എൻ്റെ മൊബൈലാണ് ഞാൻ എല്ലാ വീഡിയോസും എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഈ മൊബൈൽ വഴിയാണ്. ഇത് പോകുന്നിടം വരെയുള്ള എൻ്റെ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആണോന്നല്ലേ? അപ്പം ഞാൻ ഇട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത്, ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് പാട്ടിൻ്റെ ഇച്ചിരി അവിടുന്ന് ഇവിടുന്നൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഊഞ്ഞാലയിലിരുന്ന് ആടുന്ന ഒരു കറുപ്പും വെള്ളയുള്ള ഡ്രസ്സ് ലോങ് ആയിട്ട് കിടക്കുന്നത്. എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് എൻ്റെ ഫേവറേറ്റ് വീഡിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് അതാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷാഹിന ആറാണ് കേട്ടോ. ഞാൻ പേര് വായിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയാൽ മതി കേട്ടോ, കമൻറ്റ് ഇട്ടാൽ മതി. പുള്ളിക്കാരി ചോദിച്ചേക്കുന്നത് ഇതാണ്: ചേച്ചിയുടെ ബ്രദർ ഗുജറാത്തിൽ പോയിട്ട് തിരിച്ചു വരുമെന്ന് അല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താ തിരിച്ചു വരാത്തേന്ന്? ചേട്ടൻ പോയിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പോകും വരും വിളിക്കും അങ്ങനെയൊക്കെയാണ്. പുള്ളിയുടെ അവിടെ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ കുറച്ച് പാടാണ് സംസാരിക്കാനും ഫുഡും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് അവിടെ തുടർന്ന് പോകാനാണ് ഇഷ്ടം. വരും വിളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്തത് ആതിരയാണ് ചോദിച്ചിരിക്കുന്നത്: നിങ്ങൾ യാത്ര പോകുന്നത് വീഡിയോ ആയിട്ട് ഇടാമോ? ഇതിന് ഞാൻ എന്ത് ഉത്തരം പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് യാത്ര പോകുന്നതൊക്കെ ഇടണമെന്ന്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ 4 പേര് ബൈക്കിൽ പോകുന്നു. എപ്പോഴാണ് ഫൈൻ കിട്ടുന്ന ക്യാമറ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എവിടെ പോയാലും അടി ഉണ്ടാക്കിയിട്ട് ഞാനും ചേട്ടനും വഴക്കായിരിക്കും എവിടെ പോയായിരുന്നു. കാരണം ഞാൻ എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങും. അപ്പം ചേട്ടൻ ഒരുങ്ങി പുള്ളി ഫോൺ നോക്കി അങ്ങ് കയറിയിരിക്കും. അപ്പം ഒരു കൊച്ചിനെ വിളിക്കും, ഒരു കൊച്ച് തെക്കോട്ട് ഓടുമ്പോൾ ഒരു കൊച്ച് വടക്കോട്ട് ഓടും. രണ്ടിനെയും പിടിച്ച് നിർത്തി 2നും ഫുഡ് കൊടുത്ത് ഒരുത്തനെ ഡ്രസ്സ് ഇടിയിക്കുമ്പോൾ അടുത്തവൻ ഡ്രസ്സ് ഊരിക്കളയും. 2നെയും ഒരുക്കി എല്ലാവർക്കും ഫുഡ് കൊടുത്ത്, മക്കൾക്ക് ഫുഡ് കൊടുത്ത്, അവരെ ക്ലീൻ ചെയ്ത്, ചേട്ടന് ഫുഡ് കൊടുത്ത്, ഇവരെല്ലാവരും ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി ഞാനും ഫുഡ് കഴിക്കണം. നമുക്കിപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഒന്നുപോലും മിസ്സാവാതെ എല്ലാം എടുത്ത് വെക്കണം. എന്നിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യണം, ഞാൻ തലമുടി കെട്ടണം. അങ്ങനെ ഒരു മരണപ്പാച്ചിലാണ് രാവിലെ. ഞാൻ ഒറ്റയ്ക്ക് വേണം എല്ലാം മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ അന്നേരം സമയം പോയി, സമയത്ത് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കലിപ്പാവും. അങ്ങനെ എവിടെയും പോകുമ്പോൾ നമ്മൾ മനസ്സ് വിഷമിച്ച് കലിച്ചാണ് പോകുന്നത്. അതുകൊണ്ടാണ്. പിന്നെ അതൊന്നാമത്തെ റീസൺ. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലും പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും അങ്ങ് നോക്കുകയാണ്. അപ്പോൾ എന്താ ഓരോ ചമ്മൽ. ഈ 2 റീസൺ കൊണ്ടാണ് ഞാൻ യാത്ര പോകുന്ന കാര്യങ്ങളൊന്നും എടുക്കാത്തത്. പറ്റുവാണെങ്കിൽ എടുക്കും. നീതു ഏലിയാസ് ചോദിച്ചിരിക്കുന്നത്: ചേട്ടൻ്റെ അമ്മയെയും അച്ഛനെയും വീഡിയോയിൽ കാണിക്കാത്തത് എന്താ? അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ?
അവർക്ക് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്തിടുന്നു, നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതും കണ്ടിട്ടൊക്കെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാ ആൾക്കാരാണ്. അപ്പം അവർ വീട്ടിൽ അഡ്രസ്സും അവരുടെ സംസാരവും അതും ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ ഇതാണ്. അപ്പം നമ്മൾ ചോദിക്കാതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരുടെ പ്രൈവസി അത് ബാധിക്കുമല്ലോ. അപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനും അവരെ കൂടുതൽ ഉൾപ്പെടുത്തുന്നില്ല. അവർക്കും വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അച്ഛന് തീരെ ഇല്ല, അച്ഛൻ മൈൻഡ് ചെയ്യാറേയില്ല. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ പുള്ളിക്കാരി കുക്ക് ചെയ്യുന്നതൊക്കെ എടുത്തിടുന്നതിൽ വലിയ വിരോധങ്ങളൊന്നുമില്ല. അല്ലാതെ അവരെ ആരെ ഉൾപ്പെടുത്തുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. ഇഷ്ടമില്ലാത്തവരെ നമ്മൾ പിന്നെ പിടിച്ചു കൊണ്ടുവന്നൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അശ്വതി സുമിത്രൻ ചോദിച്ചേക്കുന്നത് ചാനൽ മോണിറ്റൈസ്ഡ് ആയോന്ന്. മോണിറ്റൈസേഷൻ അതെ, മോണിറ്റൈസേഷന് ആയോ ചോദിച്ചാൽ സംഭവങ്ങളൊക്കെ വാച്ചവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതിൻ്റെ എല്ലാം ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞു. അവനെന്തുവാണ് പിന്നെന്തുവാണ് കുറേ സ്റ്റേജ് ഉണ്ട്. എല്ലാവരും പറയുന്നത് വീഡിയോ ഇട്ടുകൊണ്ട് ചാനൽ മോണിറ്റൈസായി പെട്ടെന്ന് പൈസ കിട്ടുമെന്നൊക്കെ. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നമ്മൾ വൈറലായിട്ടുള്ളവരല്ല, സെലിബ്രിറ്റീസ് അല്ല. ഭയങ്കര പാടാണ് കേട്ടോ കടമ്പകൾ കടന്ന് കിട്ടാൻ. ഒന്ന് ക്ലിക്കായി വരുന്നില്ലെങ്കിൽ കുറേ സമയം എടുക്കും. ഇങ്ങനെ ഒരു ലോങ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാത്തിരുന്ന് ഇപ്പം ഈ ഡിസംബറിൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. പക്ഷേ $100 കംപ്ലീറ്റ് ആയിട്ടില്ല. $100 ആയെങ്കിലല്ലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വീഴത്തുള്ളൂ. അതിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് പിന്നെ അപ്പോഴൊക്കെ വന്ന എല്ലാം വെരിഫൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഈ $100 പിടിച്ചിരിക്കുകയാണ്. അതെന്തെങ്കിലും ആകുമ്പം അറിയാം ഞാൻ ചെയ്ത പ്രോസസ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് തന്നെ. എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട്. അപ്പോൾ പിന്നെ ഞാൻ ബുക്കിൽ എഴുതിയേക്കുന്നതാണ് കേട്ടോ ഞാൻ താഴോട്ട് നോക്കുന്നത്. പിന്നെ സച്ചൂസ് 6642 പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ എനിക്കറിയത്തില്ല. അപ്പോൾ ചോദ്യം, ചേച്ചിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, ജോലിക്ക് പോകണം. അതിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിക്ക് പോകണം, പോയേ പറ്റത്തുള്ളൂ. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതെന്താണ് യൂട്യൂബ് അല്ലാതെ? എനിക്കങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യമില്ല, കഴിവില്ലെന്ന് വേണേൽ പറയാം. എനിക്കതിനുള്ള സംഭവമില്ല. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് നാൾ ഒരു 10-15 ആടിനെയൊക്കെ വളർത്തിയിരുന്നു. നഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ യൂട്യൂബായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. സ്വന്തമായി ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തതിൽ എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടോ? ഒരു മികച്ച ചോദ്യമായിട്ട് തോന്നുന്നു. ഉണ്ട്, വേദനയല്ല, വിഷമം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പം നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ഓപ്പണായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും. അപ്പം ബുദ്ധിമുട്ടുണ്ട്. ചേട്ടൻ ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നു. ഇപ്പം ചേട്ടൻ്റെ സാമ്പത്തികം തീരെ കുറവാണ്. പക്ഷേ പുള്ളിക്കുള്ളതുപോലെ ഞങ്ങളുടെ എല്ലാ ഡ്രസ്സാണേലും ഫുഡാണേലും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, വീട്ടിലെ എല്ലാം, കറണ്ട്, ഗ്യാസ്, TV, ഫോൺ ബില്ല്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം പക്കയാണ്. എല്ലാം പുള്ളിയെ കൊണ്ട് പറ്റുന്നതിൽ കവിഞ്ഞെല്ലാം ചെയ്തൊക്കെ തീരുന്നുണ്ട്. എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്കൊരു മുട്ടായി കൊച്ചിന് മേടിച്ച് കൊടുക്കണമെങ്കിൽ പോലും അച്ഛൻ വന്ന് പൈസ തരട്ടെ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം സിദ്ധാർത്ഥ് ചോദിക്കാൻ എൻ്റെ അമ്മച്ചിയുടെ ഈ പൈസയില്ല, അമ്മയ്ക്ക് ജോലിക്ക് പോയിക്കൂടെ? അവൻ ഒന്നും അറിയത്തില്ല, അവൻ ജസ്റ്റ് അങ്ങ് ചോദിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ എല്ലാം നമ്മൾ ചേട്ടാ പൈസ തരാമോ? അപ്പോൾ അവരുടെ മൂഡ് അനുസരിച്ചിരിക്കും, അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ അതൊക്കെ അനുസരിച്ചൊക്കെ ഇരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടിയൊക്കെ വരും ചോദിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഗേൾസിന്, പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്ന് ഒരു ജോലിയൊക്കെ മേടിച്ചതിന് ശേഷം കല്യാണം കഴിക്കുക. അതായിരിക്കും നിങ്ങളുടെ ലൈഫിന് ബെറ്റർ. എങ്കിൽ നിങ്ങൾക്കൊരു വിലയൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ പാരൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം പൈസ വേണം. അപ്പം ഇവിടെ ആണെങ്കിൽ ചേട്ടനാണെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, ആങ്ങളെ എപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പം ചേട്ടൻ അങ്ങനെ ചെയ്യാനായിട്ട് പുള്ളിയുടെ പൈസയില്ല. പുള്ളിക്ക് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിന് പുള്ളിക്കും പല
പലരുടെയും മുഖങ്ങളും ഒക്കെ കാണേണ്ടി പലരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി പുള്ളിയുടെ ഫാമിലിയുടെ ഇതൊക്കെ നോക്കേണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ആ വഴിയിലേക്ക് നിർബന്ധിക്കാറേ ഇല്ല. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊന്നും പറഞ്ഞ് ഞാൻ ചെല്ലാറേ ഇല്ല. എനിക്കും വേണ്ടിയിട്ട് ഞാനൊന്നും ചോദിക്കാറില്ല. നമ്മൾ ഇവിടത്തേക്കിനുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വീട്ടിലെ ചേട്ടൻ അങ്ങനെയൊക്കെയുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കാറില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും ബിരിയാണി ഫുഡൊക്കെ കാണുമ്പോൾ അത് കൊള്ളാം, പൈസ കിട്ടുമ്പോൾ മേടിച്ചത് അങ്ങനെ ചോദിക്കുന്നതല്ലാണ്ട് ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിക്കാറ്. എനിക്ക് വേണോ വേണ്ടേ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിട്ട് വേണം. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ. അതൊക്കെ സെറ്റാക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇതുവരെ ഒരു ഓണത്തിന് എനിക്കൊരു തൂവാല പോലും മേടിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കറിയാവുന്ന നാളെ നമ്മൾ എണ്ണിക്കോ ഇല്ലയോ കിടന്നുറങ്ങിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം വേണം. അതുകൊണ്ട് വിഷമമുണ്ട് പൈസ ഇല്ലാത്തത്. സ്വന്തമായിട്ട് വരണം. ഭർത്താവിൻ്റെ ചിലവിൽ കഴിയുന്നതിന് നാണക്കേടോ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ പുള്ളിയുടെ ചിലവിൽ കഴിയുന്നു. അപ്പോൾ നാളെ പുള്ളിക്ക് എന്തെങ്കിലും വൈകാഴിക വരിക, പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ജോലി ചെയ്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാതെ നാണക്കേടും കാര്യങ്ങളൊന്നുമില്ല പുള്ളിയുടെ ചിലവിൽ ജീവിക്കുന്നതിന്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ധന്യ അനിൽ ചോദിച്ചേക്കുന്നത് കോളേജ് ലൈഫ് പറയോ ഗോപു. എൻ്റെ കോളേജ് ലൈഫ് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വലിയ അങ്ങനെ എനിക്ക് ഓർക്കാനുള്ള മെമ്മറീസ് ഒന്നുമില്ല. ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജിലാണ് പഠിച്ചത്. BA പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്. 3 വർഷം ഡിഗ്രി. അപ്പോൾ എന്താണ്, കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഒരു അങ്കലാപ്പാണ്, എന്താണ് ഏതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. കോളേജിൽ ചെന്നു. പിന്നെന്താണ്, നല്ല അടിപൊളി കോളേജാണ് ഒന്നാമത്തെ കാര്യം. പിന്നെന്താണ്, എനിക്കങ്ങനെ കോളേജ് ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കുറച്ച് ഇതാണ്, അങ്ങനെ നമുക്ക് കോളേജിലെ പ്രോഗ്രാംസ്, ടൂറ്, NSS പ്രോഗ്രാം, അങ്ങനെ അത് ഇത് പരിപാടികൾക്കൊന്നും അവളെ വിടത്തില്ല. അപ്പം ഞാൻ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കും പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ എൻ്റെ കോളേജ് ലൈഫ് വലിയ ഓർക്കാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും അവിടെയാണ് പഠിച്ചത്, എൻ്റെ കാർത്തി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു അവൾ. അപ്പം പിന്നെ ഡിഗ്രി ടൈമിലാണ് കല്യാണം കഴിഞ്ഞത്, 3rd ഇയർ ആയപ്പം. അപ്പം 3rd ഇയർ ലാസ്റ്റ് സെമസ്റ്റർ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥിനെ പ്രഗ്നൻ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടൊക്കെ ഇരുന്നത്. അതൊക്കെ ഒരു മെമ്മറിയാണ്. കുഞ്ഞാവേനെ വയറ്റിൽ വെച്ചിട്ട് വലിയ വയറൊക്കെ ആയിട്ട് സ്കൂളും പോയിട്ട് കോളേജിൽ പോകുമ്പം നമ്മളെ പ്രഗ്നൻ്റ് ലേഡിക്ക് ഒരു പരിഗണനയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പേടിയായിരുന്നു ഇങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതി പാസ്സായി നല്ല രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ പഠിച്ച സമയത്ത് എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള സമയം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു കുളിര് ഫീൽ ചെയ്യുന്ന വെച്ചാൽ, എനിക്ക് മിക്ക ദിവസം ഒരു ചെറിയ കാറ്റും ഒരു മഴക്കാരൊക്കെ വന്ന ഒരു വെളിച്ചം മങ്ങി തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ വൈകുന്നേരം. ആ സമയമാകുമ്പോൾ എനിക്ക് നെഞ്ചിൽ ഭയങ്കര വിഷമം, എന്തോ ഭയങ്കര മിസ് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ട്. എൻ്റെ +2 സമയമാണത്. എൻ്റെ +2 സമയം. അന്നത്തെ സമയത്ത് എന്താണ്, നമ്മൾ ആ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും എന്താണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അടി കിട്ടുന്നു, എംപോസിഷൻ, ടീച്ചർ പൊക്കുന്നു, അത് ഇത്. നമുക്ക് നമ്മുടെ സാറ് എന്നും ഒരു പൊക്കം കണ്ടൊരു സാറുണ്ടായിരുന്നു, എനിക്കൊന്ന് സുനിലാണോ അങ്ങനെ എന്തോ ആ സാറിൻ്റെ പേര്. +2 ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു, പേര് ഓർക്കുന്നില്ല കേട്ടോ. ആ സാറ് എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. നെഞ്ചിടിപ്പ് പേടി കാരണം ഒന്നും മിണ്ടാൻ പറ്റാതെ നിന്ന് അടി കൊള്ളുമായിരുന്നു. അറിയാമെങ്കിലും പറയാൻ പറ്റാതെ വരും കേട്ടോ. അപ്പം അങ്ങനെ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആ സ്കൂള് ആ ഒരു ഒതുങ്ങിയ വലിയ ആളും അനക്കമൊന്നും ഇല്ലാത്തൊരു മൂലയ്ക്കായിരുന്നു. താഴത്ത് വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ജലീല, കാർത്തി, ശോഭി, നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അനന്തു. അവരെ ആരും ജീവിതത്തിലും ആർക്കില്ല. അവരുടെയൊക്കെ കൂടെയുള്ള ആ ഒരു മെമ്മറീസ് എന്ന് വെച്ചാൽ ഞാൻ ചത്തു പോകുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ 27 വയസ്സിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 years ആണ്, കോളേജിനെക്കാട്ടിലും. അപ്പോൾ പുള്ളിക്കാരി എന്നിട്ട് കോളേജിൻ്റെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേ കോളേജിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സോനു എൽസ, ഈ പുള്ളിക്കാരിക്ക് എന്നെക്കാട്ടി ഇളയതാണോ മൂത്താണോ എന്ന് എനിക്കറിയില്ല, കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒന്നാമത്തെ കാര്യം, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമോ എന്ന്.
കുറച്ച് പാടാണ് കേട്ടോ എൻ്റെയൊക്കെ ഗെറ്റ് റെഡി വരുമ്പോൾ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്രീം തിക്ക പൗഡർ ചിലപ്പോൾ ഇടും, ഒരു പൊട്ട് ഇടും, സിന്ദൂരം തൊടും, മുടി വാരി വലിച്ച് കിട്ടും, ഏതെങ്കിലും കൈ കിട്ടുന്ന ചുക്കി ചുടിയാത്ത ചുരിദാറൊക്കെ വലിച്ച് വാരിയിടും, പിള്ളേരും പറക്കി എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ചേട്ടന് സിബ്ലിങ്സ് ഉണ്ടോയെന്ന്. ഉണ്ട്, ഒരു സിസ്റ്ററുണ്ട്. ചേച്ചി ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ജോലിക്ക് പോകാത്തത്? ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് മൂത്ത മോനുണ്ടായി. അപ്പം മൂത്ത മോനുണ്ടായി കഴിഞ്ഞാൽ അവനൊന്ന് വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പോവാം, എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകാമെന്നൊക്കെ വെച്ചു. അപ്പം എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടിയതായിരുന്നു പാലായിൽ അൽഫോൺസ കോളേജിൽ. അപ്പോൾ എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒരു ചെറിയ ഇത് കാരണം എനിക്ക് അതങ്ങ് റിജക്റ്റ് ഒക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞ് എനിക്ക് കുറേ ഈ നടുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം വയ്യാതൊക്കെ വന്നു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് അടുത്ത മോനൊക്കെ ആയത്. അപ്പം എന്താണ് അതൊക്കെ അതേ തുടർന്നൊക്കെയാണ് പിന്നെ പഠിക്കാൻ. ഇതൊക്കെ ഒരു എക്സ്ക്യൂസാണ്, നമുക്ക് വേണമെങ്കിൽ പോകാം, എല്ലാം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെയാണ്. പക്ഷേ നമുക്ക് സേഫായിട്ട് കുട്ടികളെ ഏൽപ്പിക്കാൻ നമുക്കൊരാളില്ല. എൻ്റെ അമ്മയ്ക്ക് കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്താണ് അമ്മയ്ക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിലും ആർക്കും പറ്റത്തില്ല. അപ്പം എനിക്കിപ്പോൾ ഡേ കെയർ വിടാനുള്ള പൈസ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ഏൽപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും ഇവിടെ ഇരിക്കുന്നത്. എന്തിനേലും പോകും കേട്ടോ, നമ്മൾ ഇത്രയും ഡിഗ്രി വരെ പഠിച്ചിട്ട് അങ്ങനെ പോകും, ജോലിക്ക് പോകും. പിന്നെ എവിടെയായിരുന്നു നമ്മൾ? ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ മാറിയോ ചേട്ടൻ്റെ ഫാമിലിയുമായിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊന്നും വന്നും പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളന്ന് വീട്ടിൽ വന്നു നിന്ന സമയത്ത് ഒരു ഇതിലങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത് അതങ്ങനെയൊന്നും തീരുന്ന കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ തീരണമെങ്കിൽ ഞാൻ സത്യമുള്ള കാര്യമാണ്. അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം, നല്ല ബന്ധുബലം, പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈഫ്, ബഹുമാനം, എല്ലാ കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ എത്ര കമന്ന് കിടന്ന് നമ്മളെ ആരെയൊക്കെ എത്ര സ്നേഹിച്ച് അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്ത് എത്രയൊക്കെ ത്യാഗം ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ഇതും ഉണ്ടാകത്തില്ല. ഇങ്ങനെ കിടന്ന് തുഴയോ അങ്ങോളം അത്രയേ ഉള്ളൂ. അതൊക്കെ വിട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്താലും ഞാൻ വേറെ പലരുടെ സമാധാനം പറയേണ്ടി വരും. അത് ഒന്ന്. പിന്നെന്താണ് ചോദിച്ചിരിക്കുന്നത്, ഹസ്ബൻഡിൻ്റെ ജോബ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചേട്ടന് KSEBയിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുകയാണ്, ടെക്നിക്കൽ സെക്യൂരിറ്റി ആയിട്ട്. താൽക്കാലികമാണ്, ശമ്പളം ഇല്ല, തീരെ ഇല്ല. അപ്പം എന്താണ് കൃത്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പം നമ്മൾ പകൽ പെയിൻറ്റിങ്ങിനും കൂടെ പോകുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. അജിത്താണ് ചോദിച്ചേക്കുന്നത്. ചേച്ചിയുടെ പ്രായം 27. ബ്രദറായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ? ഉണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്ന്? ഞാൻ ഇങ്ങനെ എന്താണ് ഈ എൻട്രി ആപ്പ്, PSC അങ്ങനത്തെ ഏരിയയിലോട്ട് പോകാറില്ല. ഈ ടെക്ക് പരമായിട്ടെന്നൊക്കെ പറയുന്ന, പിന്നെ ഈ വണ്ടികളുടെ ഡീറ്റെയിലിംഗ് ഒക്കെ പറയുന്ന വീഡിയോസ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാറില്ല. കാർട്ടൂൺ ചാനലൊക്കെ അതൊഴിച്ച് ബാക്കി എല്ലാ യൂട്യൂബ് ചാനലും ഞാൻ കാണും കേട്ടോ. സാധാരണക്കാരുടെ ആണെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ ആണെങ്കിലും എനിക്കിഷ്ടമുള്ള സെലിബ്രിറ്റികളുടെ കാണും. അല്ലാത്ത എല്ലാ സാധാരണക്കാരുടെയും, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ഞാൻ കാണും. എല്ലാവരും കാണും, കമൻറ്റ് ഇടും, ലൈക്ക് ചെയ്യും, പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യും, എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നവരൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന, കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടുന്ന വെച്ചാൽ നമ്മുടെ തനി മലയാളിയിലെ ഐശ്വര്യയുടെ വീഡിയോസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബി ഹാപ്പി വിത്ത് ശ്രീ, അങ്ങനെ കുറേ നല്ല ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണും, ഒരുമാതിരിപ്പെട്ട എല്ലാ ചാനലുകളും കാണും. ഇപ്പോൾ ഓരോരുത്തരായിട്ട് പേരെടുത്ത് പറയുമ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഞാൻ കാണും കേട്ടോ. അപ്പം അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, 2 ഡേ ഗോപു ഒരു മെന്നായിട്ട് മാറുവാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരും? നല്ല ചോദ്യം. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ഇതാണ്, 2 ദിവസം ഞാനൊരു ആണായിട്ട് മാറുവാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തുമെന്ന്. ഇപ്പോൾ എന്താ പറയുക, കുറേ മാറ്റങ്ങൾ. ഞാനൊരു ഭാര്യ, അമ്മ, മകളൊക്കെ ആയിട്ടിരുന്ന് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ആണായിട്ട് മാറിയിട്ടും ഞാനൊരു അച്ഛനാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും
എൻ്റെ അച്ഛൻ എന്നോട് എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലൊരു അച്ഛനായിരിക്കും ഞാൻ. കാരണം ഇപ്പം എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ഞാൻ ജനിക്കാൻ 1-2 ആഴ്ച ബാക്കി നിൽക്കാൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇപ്പം എനിക്ക് 25 വയസ്സായി. ഇതുവരെ എന്നെ പുള്ളി നേരിട്ട് കണ്ടിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഒരു ഇമോഷണലി നമുക്കൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് വാങ്ങിച്ചു തരും, ഇത് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവങ്ങളല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട്, നമുക്കൊരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് പലരും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് നല്ല തുണി ഇടാൻ പറ്റത്തില്ല. നമ്മളൊരു ആണിനോട് മിണ്ടി ഉടനെ അവൾ അവനുമായിട്ട് ഇടപാടാണ്, അവൻ്റെ കൂടെ പോയി നമുക്ക് ഒരാളുടെ ഇഷ്ടം തോന്നാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ അങ്ങ് വാച്ചിങ് ആണ്. ഇങ്ങനെ ജീവനുള്ള ക്യാമറകൾ നമ്മുടെ പുറകെ വരുന്ന നമുക്ക് ആർക്കും നമ്മളെ എന്തും പറയാം, എന്തും ചെയ്യാം, നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, നമ്മളോട് ആർക്കും മോശമായ രീതിയിൽ പെരുമാറാം. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അച്ഛനെന്ന് പറയുന്ന ഒരാൾ, ഇപ്പം ഒരു കള്ളുകുടിയനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അങ്ങനെ ഒരാൾ ജീവനോടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ഭയങ്കര ഒരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ ആരും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ കയറി വരത്തില്ല. അതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടൊക്കെ 27ാമത്തെ വയസ്സിലും ഞാൻ അച്ഛനില്ലാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു അച്ഛനായിട്ട് മാറുവാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവർക്ക് പൈസയായിട്ടാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചും ചെയ്തും കൊടുക്കുന്നതിനെക്കാട്ടിലും അവർക്ക് ഞാനുണ്ട് എന്നൊരു തോന്നൽ ഞാൻ ഉണ്ടാക്കും. ആരും എൻ്റെ മക്കളെ തൊടുകയില്ല. അങ്ങനെ ഒരു അച്ഛനായിരിക്കും. എൻ്റെ ഫാമിലിയിലുള്ള ആരും അവളെ ഒന്നും പറയാനും ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നമ്മൾ നമ്മുടെ വൈഫിനെ എത്ര സ്നേഹിക്കുന്നു, എത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നു, എത്ര വാല്യൂ കൊടുക്കുന്നു, അതനുസരിച്ച് നമ്മൾ നമ്മുടെ വൈഫിനോട് എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർ അവൾക്ക് വില കൊടുക്കുന്നതും അവളോട് പെരുമാറുന്നതും ഒക്കെ. പിന്നെ ഞാനും എൻ്റെ വൈഫും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ടിങ്ങിനിടയിലേക്ക് ഒരിക്കലും മൂന്നാമതൊരാൾ, നമുക്ക് പല ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, രക്തബന്ധങ്ങൾ നമുക്കുണ്ടാകും. അച്ഛൻ, അമ്മ, പെങ്ങൾ, മറ്റേത് മറിച്ചത്, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അവർക്കൊക്കെ അവരുടേതായിട്ടൊരു സ്ഥാനമുണ്ട്. പക്ഷെ അവരെ ആരെയും ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു ഇതിനിടയിലേക്ക് ഒരിക്കലും വരെ അനുവദിക്കത്തില്ല. എൻ്റെ ഭാര്യനെ എപ്പോഴും ഞാൻ അവിടെ എല്ലാ കാര്യത്തിലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യും. ഏറ്റവും വലുത് ഫിസിക്കലി എന്താ പറയണത് നടത്തും. നമ്മളിപ്പം അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക, അവിടെ കൊണ്ടുപോകുക, ഇത് ഫുഡ് കൊടുക്കുക, ഫുഡ് മേടിച്ച് കൊടുക്കുക, വയ്യാതെ വരുമ്പോൾ ആശുപത്രി കൊണ്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മെൻ്റലി ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അവൾക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പം നിനക്ക് ഞാൻ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. നമുക്കൊരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത്, അത് ഞാൻ അവൾക്ക് കൊടുക്കും. പിന്നെ എൻ്റെ വൈഫിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവോ, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവൾ പറയുന്ന കാര്യങ്ങൾ അവളെ ഞാനെങ്ങനെ കേൾക്കുന്നുവോ, അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ അവളോട് എങ്ങനെ പെരുമാറുന്നു, അത് നോട്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മക്കൾ വളർന്നു വരുന്നത്. അപ്പം അവരും അവരുടെ അമ്മയോടും അവർ ഭാവിയിൽ കല്യാണം കഴിച്ച് അവരുടെ ഭാര്യമാരോടും അവർ പെരുമാറുന്നത് എന്നെ കണ്ടിട്ടാണ്. അപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു റോൾ മോഡലായിരിക്കും. അങ്ങനെ ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിപ്പം മറ്റുള്ളവരിൽ നിന്ന് തന്നെയാണ് ആകണമെന്നില്ല, സ്വന്തം ഫാമിലിയിൽ നിന്നാണെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ, അത് മറന്നു പോകില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നീമ അനൂപാണ് കേട്ടോ. ചേച്ചിക്ക് ഡെലിവറിക്ക് ശേഷം പോസ്റ്റ് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയേണ്ടി വരും കേട്ടോ. എനിക്ക് 2 ഡെലിവറിക്ക് ശേഷവും ഇങ്ങനെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ, നമ്മുടെ അമ്പാടിയെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഞാൻ കൂടുതലായിട്ട് ഗൂഗിൾ ചെയ്തും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ 2ാമത്തെ പ്രഗ്നൻസി ടൈം ഡെലിവറിക്ക് ശേഷം എനിക്ക് ഒരുപാട് പിടിച്ചു നിൽക്കാനും മാനേജ് ചെയ്യാനും ഒക്കെ പറ്റി കേട്ടോ. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നേ അറിയത്തില്ല. അവരൊരിക്കലും അത് അവർക്ക് മനസ്സിലാകത്തുമില്ല, മനസ്സിലാക്കാൻ അവർ ശ്രമിക്കത്തുമില്ല. അപ്പം ഞാൻ സ്വയം എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിച്ചു, എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന് പഠിച്ച് സെക്കൻഡ് ഡെലിവറി ഞാൻ പിടിച്ചിരുന്നു. എന്നാലും ഉണ്ട്, നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, പിടിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റാതെ വന്നത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. കാരണം നമ്മൾ 21ാമത്തെ വയസ്സ്, നമ്മൾ അത്ര മെച്ചുവേർഡ് അല്ല. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു 5ാമത്തെ ദിവസം കണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് 2 പഴുത്തിട്ട് വലിയ കിണർ പോലെ, വലിയ കുഴി പോലായി പഴുത്ത് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ വേദന, അതിൻ്റെ ഇടയ്ക്ക്
നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ ജോലിക്ക് പോയാലേ ഞങ്ങൾക്ക് ചിലവിനെ കഴിയാൻ പറ്റത്തുള്ളൂ, നമുക്ക് പൈസയേ ഉള്ളൂ. അപ്പം അമ്മ ജോലിക്ക് പോവുകയാണ്. രാവിലെ എണ്ണീറ്റ് എനിക്കുള്ള ഫുഡ് എൻ്റെയും കുഞ്ഞിൻ്റെ തുണി കഴുകിയിട്ടിട്ട് അമ്മ ഓട്ടോ ഓടിക്കാൻ പോകും. എന്നിട്ട് അമ്മ വരും. അപ്പം ഈ വയ്യാത്ത ഞാൻ നടുവേദനയുണ്ട്, ഈ സ്റ്റിച്ചിൻ്റെ വേദന അതിലും വലുത്. അപ്പോൾ ഈ കുട്ടീനെ വെച്ചിട്ട് ഞാനാണ് പകൽ മൊത്തം ഇരിക്കുക. അപ്പോൾ ഉറക്കക്ഷീണം അത് ഇത്, പിന്നെ കുഞ്ഞ് ആദ്യമായിട്ട് പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നെഞ്ചിൻ്റെ ഇവിടുത്തെ ഒരു മുറിവും കാര്യങ്ങളൊക്കെ, ആ വേദന അത് ഇത്, പാല് കടിച്ചിട്ട് ആ വേദന അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ മെൻ്റലി നമ്മളങ്ങ് തകർന്ന് തരിപ്പണമാവും. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡ് അത് കഴിക്കാൻ പറ്റത്തില്ല, ഇത് കഴിക്കാൻ പറ്റത്തില്ല, പുളി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ, മരുന്ന്, അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, കണ്ണാടി നോക്കാൻ പറ്റത്തില്ല. ഞാൻ വെളിയിൽ ഇറങ്ങിയതിന് എനിക്ക് വഴക്ക് കേട്ടിട്ടുണ്ട്. പല ഭാഗത്തു നിന്ന് ബന്ധുക്കളെല്ലാം കൂടെ ഇങ്ങനെ എനിക്കത് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. എന്നിട്ട് കാണാൻ വരുന്നവർ നമ്മുടെ വയറ് ചുട്ട്, ഈ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ വയറ് വീർത്തിരിക്കും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഇങ്ങനെ വീർത്ത സാധനം ഉടനെ ഇങ്ങനെ അകത്തേക്ക് ചൊട്ടി പോകത്തില്ല, അത് കുറേ സമയം എടുക്കും. ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകുമായിരിക്കും, എനിക്കൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. എൻ്റെ വയറൊക്കെ കുറച്ചിങ്ങനെ ഗുമ്മിളുമായിട്ട് തന്നെ മത്തങ്ങ പോലെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് ആശുപത്രി വെച്ച് ഈ മത്തങ്ങ ചൊട്ടിയില്ലേ, എനിക്ക് അന്നേരം ഉണ്ടായ അനുഭവം. ഫസ്റ്റ് ഞാൻ പ്രസവിച്ച് പിറ്റേ ദിവസം എനിക്ക് ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ ഒരു റിലേഷൻ, ആരെന്ന് ഞാൻ പറയുന്നില്ല, ഈ മത്തങ്ങ ചൊട്ടിയില്ലേ എന്ന് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും പലരീന്നും ഇതെന്താ ചൊട്ടാത്തേ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ പെറ്റ് എഴുന്നേറ്റ്, ഈ പെണ്ണിനെ കണ്ടാൽ പെറ്റ് എഴുന്നേറ്റാണെന്ന് പറയത്തില്ലല്ലോ, പ്രസവിച്ചതാണെന്ന് പറയത്തില്ലല്ലോ. ചിലവരൊക്കെ ആണെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു, ഭയങ്കര മൂക്കും കണ്ണും കവിളൊക്കെ ചാടി ഭയങ്കര ഗുണ്ടാവും. പക്ഷെ ഞാൻ അന്നൊന്നും ഇങ്ങനെ പെൻസിൽ പോലാണ് ഇരിക്കുന്നത്, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രം വയറ് വീഴ്ത്തിയിരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ കുട്ടീനെ കാണാൻ വരുന്നവർ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, ഇങ്ങനെ കൈയും കാലും ആട്ടിയിട്ട് കൊച്ചിന് കണ്ണ് കാണാൻ വന്നതാണോ പൊട്ടനാണോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആരോട് മുഖത്തടിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മളാകെ മെൻ്റലി തകർന്നിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞിൻ്റെ 28 കഴിഞ്ഞ സമയത്ത് തന്നെ ചേട്ടന് വയ്യാതായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അങ്ങനെ ആ രീതിയിലെ കാര്യങ്ങൾ, നമുക്ക് കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ, അത് ഇത്, എൻ്റെ വയ്യാഴിക അങ്ങനെയൊക്കെ വന്നിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ഒരു ദിവസം ഞാൻ കപ്പൊക്കെ എടുത്തെറിഞ്ഞു. ഇപ്പോൾ ഓർക്കും വിഷമം വരും. എപ്പോഴും ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പറഞ്ഞ അമ്മ, ഞാൻ ആശുപത്രി കിടന്നപ്പോഴും പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും അമ്മയോട് ഞാൻ ഭയങ്കര മോശമായിട്ടാണല്ലോ പെരുമാറുന്നതൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയുമ്പോൾ സാരമില്ല മോനെ, എന്നോടല്ലേ നീയല്ലേ. അപ്പം അമ്മയ്ക്കറിയാം എൻ്റെ അന്നത്തെ സാഹചര്യം കൊണ്ടാണ്. അപ്പം അമ്മയ്ക്കും ചേട്ടൻ്റെ ഫാമിലി ആർക്കും അറിയത്തില്ല ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. നമ്മൾ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു, പ്രസവിക്കുന്നു, അതിനുശേഷം അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആർക്കും ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞ് മാത്രമല്ല, ഒരു അമ്മ കൂടിയാണ് ജനിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ കെയർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ആ അമ്മേനെയാണ് സത്യം പറഞ്ഞാൽ നോക്കേണ്ടത്. എനിക്ക് യാതൊരുവിധ മനുഷ്യജീവി എന്നുള്ള പരിഗണന പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഒത്തിരി വിഷമങ്ങൾ, നമുക്ക് പറയാൻ പറ്റാത്ത പോലെ മോശം അനുഭവങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ ഞാൻ എങ്ങനെ അതിജീവിച്ചെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഒരു സെക്കൻഡ് കാര്യം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നമ്മൾ ഇതൊക്കെ ഫോണിലൊക്കെ കാണും, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ട് അമ്മ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു, അടിച്ചു കൊന്നു, അങ്ങനെ ഇങ്ങനെ മോശം രീതിയിൽ പോകുന്ന, കൊച്ചിനെ കൊല്ലണം, അങ്ങനെയുള്ള അമ്മമാരല്ലാണ്ട് മനസ്സ് കൈവിട്ടിട്ട് പോകുന്ന അമ്മമാരങ്ങനെ ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാനും അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭ്രാന്തെടുത്തിട്ട് ഞാനൊരു ദിവസം നമ്മുടെ സിദ്ധാർത്ഥ് കൈക്കുഞ്ഞ് എന്നപ്പോൾ അതിനെ ഈ ഒരു നാശം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന്, ഈ ഭണ്ഡാരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ഭയങ്കര വെറുപ്പോട് കൂടി എടുത്ത് കട്ടിലേക്ക് അങ്ങ് എടുത്തിട്ടു. അപ്പോൾ അമ്മ ഓടി വന്ന് അവനെ അങ്ങ് എടുത്തു. എന്നിട്ട് അമ്മ അപ്പുറത്തെ മുറി പോയി കൊണ്ടുപോയി കിടന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പുറത്തെ മുറിയിൽ കിടന്ന് വീട്ടിൽ വെച്ച്. അത് നമുക്ക് നമ്മുടെ കുഞ്ഞോട് സ്നേഹമില്ലാഞ്ഞിട്ടോ നമ്മൾ ദുഷ്ടമായതുകൊണ്ടൊന്നുമല്ല, ഒരു മൊമെൻറ്റിൽ നമുക്കങ്ങ് സൈക്കോ, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റും, ഭ്രാന്തിയായി പോവും. കാരണം നമ്മളെ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യുന്ന വിധം കൂടെ വേറെ ആയിക്കഴിയുമ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. സത്യം എനിക്ക് അത്ഭുതം തോന്നുന്നു. എനിക്ക് എന്നെക്കുറിച്ച് എടുത്തൊരു അഭിമാനം തോന്നുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്തില്ല, ഞാൻ ആരെയും ഒന്നും ചെയ്തുമില്ല. കാരണം മനസ്സൊരു വല്ലാത്ത കാര്യമാണ്. നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അതിലും താഴെയുള്ളവർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിഷമങ്ങൾ, നമുക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഒന്നുകിൽ ഭ്രാന്ത് അല്ലെങ്കിൽ അവളുടെ അഹങ്കാരം, അതായിട്ടേ അവർ കാണത്തുള്ളൂ. ഇപ്പം എനിക്കാണ് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം എനിക്ക് അതുപോലെ എൻ്റെ ശരീരവും മനസ്സും തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള ഇത് നമ്മുടെ കൂടെ ഉള്ളവർക്കില്ല.
അപ്പം നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ തന്നെ അതിനെ അതിജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ നീബാനൂബിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്, ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്, കളർ എന്താണ്, ഡ്രസ്സ് എന്താണ്? ഫുഡ് ഞാൻ എല്ലാ ഫുഡും കഴിക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ ചക്ക വേവിച്ചതൊന്നും ഞാൻ കഴിക്കത്തില്ല, തേങ്ങാ ചമ്മന്തിയോട് വലിയ ഇതില്ല, മട്ടൻ കഴിക്കത്തില്ല, പന്നി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ. അല്ലാത്ത ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിക്കും. പിന്നെ കുറച്ചുകൂടെ നോൺ വെജ് ഒക്കെയാണ് ഇഷ്ടം. പക്ഷേ നോൺ വെജ് വേണമെന്ന് വാശിയും കാര്യങ്ങളൊന്നുമില്ല. ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചാണെങ്കിലും ചോറുണ്ണും, അങ്ങനെ ഒരു വിഷയമേ ഇല്ല. പിന്നെ കളറ് എന്നെ കണ്ടാൽ അറിയാം, ഇരു നിറത്തിലും കുറച്ചുകൂടെ താഴെയാണ്. അപ്പം നമ്മൾ ഇടുമ്പോൾ ഭയങ്കര ഇടിവെട്ട് കളറ്, ഭയങ്കര അങ്ങ് മിന്നി മറയുന്ന അങ്ങനത്തെ ഒഴിച്ച് ബാക്കി നമുക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്ന ഏത് കളർ ഞാൻ ഇടും കേട്ടോ. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഡ്രസ്സെന്ന് പറയുമ്പോൾ എനിക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ജീൻസും ടോപ്പും നല്ല ഉടുപ്പൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് എന്തോ വെച്ചാൽ നീ എന്തോ ഇട്ടിരിക്കുന്നത് എന്തുവാന്നായാലും ചോദിച്ചാൽ തീർന്നവിടെ. ഞാൻ വീട്ടിലാണെങ്കിൽ എനിക്ക് ചേട്ടൻ പാൻറ്റും ടീഷർട്ടൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചുറ്റുമുള്ളൊരു കുറേ പേരൊക്കെ നമ്മൾ കളിയാക്കാനൊക്കെ തുടങ്ങിയപ്പം ഞാൻ പിന്നെ അത് കുരുക്കളഞ്ഞു, ചുരിദാറ് നൈറ്റി. പിന്നെ ഞാൻ അമ്മ എന്നെ വഴക്ക് പറയുമ്പോൾ എൻ്റെ കൊച്ച എല്ലും പിടിച്ചിരിക്കുന്നത്, നീ എന്തിനീ നൈറ്റി വലിയ പറുതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ ഇടുന്നതെന്നൊക്കെ പറഞ്ഞാൽ അമ്മ കുറേ വഴക്ക് പറയും. എൻ്റെ ഫ്രണ്ട് ടീനു ചോദിക്കും, നീ എന്തിനാടി നൈറ്റി ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ടാണ് പിന്നെയും ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്നത്. മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് എനിക്ക് എന്തോ വെറുതെ എന്തിനാ അന്ന് വിചാരിച്ചിട്ടങ്ങ്. എന്നാലും ഇപ്പോൾ ഇടുന്നത് ചുരിദാറൊക്കെയാണ്, ചുരിദാറും ലെഗിൻസും ഒക്കെയാണ്. നമ്മൾ സാരി ഉടുക്കാൻ അറിയത്തില്ല കേട്ടോ. എന്നാലും എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് ഉടുപ്പിക്കും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ചേട്ടൻ എന്ന ഹസ്ബൻഡ്, ഫാദർ, മകൻ ഈ ഒരു കെയറിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ചേട്ടനെ ഒരു അച്ഛനായിട്ട് പറയുകയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ സിനു വിശ്വനാഥൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അച്ഛനാണെന്ന് ഞാൻ പറയും കേട്ടോ. പൊക്കി പറയല്ല, അങ്ങനെ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണാം. ഹസ്ബൻഡ് വരുന്നുണ്ട്. അച്ഛനെന്ന് പറയുമ്പം എൻ്റെയൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആ പുള്ളിയുടെ ചായ ഉണ്ടോ, ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാൻ ജീവനോടുണ്ടോ, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എനിക്കുണ്ടായത് ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോ എന്ന് പോലും പുള്ളി അന്വേഷിച്ചിട്ടില്ല. എൻ്റെ ആങ്ങളെ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ എന്നെ ഫോണിൽ കൂടെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണുന്നത്. അപ്പം എനിക്ക് അച്ഛനെന്ന് പറയുമ്പോൾ ഒരു ഫീലിങ്സും ഇല്ല. കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി ഇപ്പോഴും അനുഭവിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കൾ ലക്കിയാണ്. വെറും ലക്കിയല്ല, ഡബിൾ ട്രിപ്പിൾ ലക്കിയാണ്. കാരണം എല്ലാ അച്ഛന്മാരും ഓൾമോസ്റ്റ് ഒരു 100-95% അച്ഛന്മാരും ജീവിക്കുന്ന അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാത്ത അച്ഛന്മാരും ഉണ്ട്, എൻ്റേത് ഉൾപ്പെടെ. അപ്പം പുള്ളിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഉറക്കമില്ല, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് പെയിൻറ്റിങ്ങിനൊക്കെ പോകുന്നു. ഇപ്പോഴും അങ്ങനെ മക്കളെന്ന് വെച്ചാൽ ചത്ത് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പിള്ളേരെ വഴക്ക് വരുമ്പോൾ അടിക്കുമ്പോഴൊക്കെ എന്നെ കൊല്ലാൻ വരും ഉള്ളതാണ്. എന്നാലും പുള്ളി അങ്ങനെ വഴക്കും പറയത്തൊന്നുമില്ല. തെറ്റൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയാനല്ലാതെ അങ്ങനെ ഞാൻ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ പുള്ളി അങ്ങനെ ചെയ്തൊന്നുമില്ല. എത്ര പൈസ ഇല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. ഒന്നും അനാവശ്യമായിട്ട് അതും ഇതും മേടിച്ച് ശീലിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ള സാധനം അവർ മാന്യമായിട്ട് വൃത്തിയായിട്ട് എവിടെയെങ്കിലും പോകാൻ, കല്യാണമാണെങ്കിൽ കല്യാണം, സ്കൂളിൽ പോകാനാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുത്ത്, ഫുഡാണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും പക്കയാണ് പുള്ളി. ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്നതൊക്കെ അതിലൊന്നും പുള്ളി പൈസയുടെ ഒരു കാര്യം ചെരുപ്പ് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നിന് എൻ്റെ കുഞ്ഞുങ്ങൾ അയ്യോ അവർക്ക് അതുണ്ടല്ലോ എനിക്കിതില്ലല്ലോ, എനിക്ക് നല്ലൊരു സാധനം ഇല്ലല്ലോ എന്നൊരു തോന്നൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അതുപോലെ നന്നായിട്ടാണ് കെയർ ചെയ്യുന്നതും എല്ലാം. ഇന്ന് വരെ ഒരു മുട്ടായി കഷ്ണം പോലും ഇല്ലാതെ ഈ 6 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞ്. സിദ്ധാർത്ഥന് 5.5 വയസ്സാകുന്നു. അപ്പം ഇന്ന് വരെ ഒരു മുട്ടായി കഷ്ണം പോലും ഇല്ലാതെ പുള്ളി വീട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ അല്ലാത്ത ഒരുപാട് അച്ഛന്മാരുണ്ട്. ഈ മക്കൾ നോക്കിയിരിക്കുകയാണ് അച്ഛൻ വരുമ്പോൾ എന്ത് കൊണ്ടുവരും എന്നുള്ളത്. അവർക്കറിയാം അവരുടെ അച്ഛനെ കുറിച്ച്. അപ്പം നല്ലൊരു അച്ഛനാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ എന്ത് പറയണമെന്നറിയില്ല. പറഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു പോകും കേട്ടോ. നല്ലൊരു ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനാണെന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല നല്ലൊരു അച്ഛനെ കിട്ടുക എന്നുള്ളത്. അങ്ങനെ കള്ളു കുടിച്ച് വന്നിട്ട് ചീത്ത വിളിച്ച് സൗകര്യമില്ലാതെ ഉണ്ടാക്കുക, അങ്ങനെ അമ്മയെ അടിക്കുക, മക്കളുടെ മുന്നിൽ വെച്ച് അടിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്കില്ല. നല്ലൊരു അച്ഛനാണ് കേട്ടോ പുള്ളി. അപ്പം മകൻ എന്ന് പറയുമ്പം പുള്ളിക്ക് ഇപ്പം അച്ഛനും അമ്മയും എങ്ങും ജോലിക്ക് വേണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, മേടിച്ച് തരാം, എന്നോ നിങ്ങൾ പൈസ പിടിച്ചോ നോക്കണം, ഒത്തിരി ഒന്നും കൊടുക്കാനൊന്നും പുള്ളിക്കില്ല. പക്ഷെ പുള്ളിയുടെ സാഹചര്യവും വരുമാനം അനുസരിച്ച് അവർക്ക് വയ്യാതെ വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യം ചോദിച്ചാൽ അവർക്ക് ആവശ്യത്തിനുള്ള പൈസ കൊടുക്കുന്നു.
പിന്നെ വീട്ടിലെ എല്ലാ ചിലവുകളും പുള്ളി നോക്കും. എന്നാലും അച്ഛനും അമ്മയ്ക്കൊക്കെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ജോലിക്ക് പോകുന്നതേ ഉള്ളൂ. നല്ലൊരു മകനാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ അമ്മയുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോട് പുള്ളിക്ക് യോജിപ്പുണ്ടെങ്കിൽ പുള്ളി മുഖത്തടിച്ച പോലെ വീട്ടിനുള്ളിൽ വെച്ച് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ എതിർക്കുകയൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ വെളിയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിന് വെളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായെങ്കിൽ, ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും പുള്ളി റിയാക്ട് ചെയ്യും ഇവരുടെ കൂട്ടത്തിൽ നിന്നിട്ട്. ഒരു രീതിയിലും പുള്ളിയുടെ ബ്ലഡിനെ, പുള്ളിയുടെ ആൾക്കാരെ പുള്ളി ഒരു രീതിയിലും വിട്ടുകൊടുക്കുക അങ്ങനത്തെ പരിപാടി പുള്ളിക്കില്ല. ചങ്ക് കുറച്ച് കൊടുക്കുക അങ്ങനത്തെ മനുഷ്യനാണ്. ഹസ്ബൻഡ്, അതാണ് പുള്ളി. എന്താണ് ഞാനെപ്പോഴും പറയും, എന്താ നല്ലൊരു ഹസ്ബൻഡാണ് കേട്ടോ. ഒരു 100-ലൊരു ശതമാനമൊന്നും പറയുന്നില്ല ഞാൻ. എൻ്റെ എല്ലാ കാര്യങ്ങളും മാന്യമായിട്ട് നടക്കാനായിട്ടുള്ള, നമുക്ക് ആവശ്യമുള്ള വൃത്തിയുള്ള, അത്യാവശ്യത്തിനുള്ള ഡ്രസ്സ്, കാര്യങ്ങൾ, ചെരുപ്പ്, നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇന്ന് മേടിക്കും. പൈസ ഇല്ലെങ്കിൽ നാളെ, ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസത്തിനുള്ളിലാണെങ്കിലും മേടിച്ച് തരാതൊന്നും ഇരിക്കത്തില്ല. നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ച്, നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ട്, നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെന്താണ്, പിന്നെ ഞാനായിട്ട് പുള്ളീനെ ഒന്നിനും നിർബന്ധിക്കത്തില്ല കേട്ടോ. എനിക്കത് വേണം, ഇത് വേണം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർ തന്നെ, അത് വേണം, ഇത് വേണം, വില കൂടി, ഇത് വയ്യാതെ വന്ന ഉടനെ തന്നെ ആശുപത്രിയിൽ പോകണം, ഒരു മൂക്കിപ്പനി വന്നാൽ പോലും ഭയങ്കര പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യമാരും അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു പരിപാടിക്കും പോകത്തില്ല. എനിക്ക് അറ്റപ്പറ്റ വന്നാലേ എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറയത്തുള്ളൂ. എന്തെങ്കിലും ഇല്ലെങ്കിൽ പോലും ഞാൻ മിണ്ടത്തില്ല. പുള്ളിയായിട്ട് കണ്ടറിഞ്ഞ് എല്ലാം ചെയ്ത് അങ്ങനെയൊക്കെ തരും. എല്ലാം ഓക്കെയാണ്. പക്ഷേ പുള്ളിയുള്ളൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ, നമുക്ക് മെൻ്റലി ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അടുത്തിരുന്ന് സംസാരിക്കാനേ ഒരു അവസരമില്ല. കാരണം പുള്ളി പകൽ പെയിൻറ്റിങ്ങിന് പോകുന്നു, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പോൾ പുള്ളിക്ക് വർക്കിൻ്റെ പ്രഷർ, പൈസ, കടം, കാര്യങ്ങൾ, പുള്ളിക്ക് വയ്യാതൊക്കെ വരുന്നു. അത് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾ, അച്ഛനമ്മ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ വീട് അടുത്തടുത്ത് മുറികളൊക്കെ, അപ്പോൾ നമ്മൾ തുമ്മിയപ്പോഴും അപ്പുറത്ത് കേൾക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രൈവസിയും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ നമുക്കങ്ങനെ കാര്യമായിട്ട് കുറച്ച് സമയം സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് മാത്രം ഒന്ന് സംസാരിക്കാനോ ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കും ഒരു ഇതുണ്ട്, എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്, പുള്ളി എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ. ഞാനാണെങ്കിൽ അകത്തേക്ക് ഉൾവലിയുന്ന ഒരാളാണ്. ഞാൻ ഒരു പരിപാടിക്കും പോകത്തില്ല, ഒരു ഫംഗ്ഷനും പോകത്തില്ല, കല്യാണം ഒന്നിനും പോകത്തില്ല. പക്ഷെ പുള്ളീനെ വലിച്ച് വെളിയിലേക്ക് ഇടും. പറ്റത്തില്ല, നീ വെളിയിൽ ഇറങ്ങാൻ സഹകരിച്ചേ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ്. പുള്ളി എന്തിനും എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ കേട്ടോ. ഞാനില്ല മനുഷ്യനെങ്ങും പോകത്തില്ല, വിളിച്ചു ഞാൻ വയ്യാക്കങ്ങ് പോകുമല്ലോ, എന്തിനും എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഒരു കവർ പാല് മേടിക്കണമെങ്കിൽ, എടി നീ ഒരുങ്ങ്, ഞാനിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമായിരിക്കും, പിന്നെ ഞാൻ എന്നെ ഒരുക്കി ഷോളൊക്കെ ഇടിച്ച് മുടിയും കെട്ടിച്ച് എന്നെ വലിച്ചിറക്കി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒന്നിലും എന്നെ ഇട്ടേച്ച് പോകത്തൊന്നുമില്ല. പിന്നെ എനിക്ക് ഫോൺ, നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്ത് ഉപയോഗിക്കാം. പുള്ളിക്ക് അങ്ങനെ നീ ഇത്ര സമയം വരെ ഉപയോഗിക്കാമെന്നോ, ഞാൻ ആണുങ്ങളോട് മിണ്ടുന്നതിനോ, പുള്ളിയുടെ ഫ്രണ്ട്സിനോട് ഞാൻ മിണ്ടും, നമ്മുടെ അയൽവക്കത്തുള്ളവരോട് മിണ്ടും, അങ്ങനെ സംശയം, അങ്ങനത്തെ പരിപാടി, അങ്ങനത്തെ ഒരു ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയില്ല. പുള്ളിക്ക് എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി നിയന്ത്രണങ്ങളും കാര്യങ്ങളില്ല. നീ ഇന്ന ഡ്രസ്സ് അങ്ങനെ ഒന്നുമില്ല. പുള്ളിയാണ് പറയുന്നത്, കുറച്ചുകൂടെ വൃത്തിക്ക് നടക്കാവോ, ഒരു മെനക്ക് നടക്കാവോ, കൈയും കാലൊക്കെ തേച്ച് കഴിയും, നെയ് പൊളിച്ചൊക്കെ ഇട്ട് കാലൊക്കെ വൃത്തിയാക്കി എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി എപ്പോഴും ഒരുങ്ങി ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ദേഷ്യം വന്ന്, എനിക്ക് വിഷമം വന്ന് എൻ്റെ മുഖം വീർത്തിരിക്കുന്നത് ഞാൻ തൊട്ടില്ലെങ്കിൽ ഇവിടെ അച്ഛനും മക്കൾക്കും അറിയാം എനിക്ക് എന്തോ കലിപ്പ, എന്തോ വിഷയമാണ്. ഞാൻ എപ്പോഴും നല്ല ഇതായിട്ടിരിക്കണം. അതാണ് പുള്ളിയുടെയൊക്കെ ആഗ്രഹം. പിന്നെന്താ, അങ്ങനെ സംശയങ്ങൾ, അല്ലെ കള്ളു കുടിച്ചിരുന്ന അടി അങ്ങനത്തെ നമുക്കൊരു ശല്യങ്ങൾ, പുള്ളീനെ കൊണ്ട് ഒരു ശല്യം നമുക്കില്ല കേട്ടോ. അത് എനിക്കാണെങ്കിൽ കുഞ്ഞിലെ തൊട്ടുള്ളൊരു കാര്യം, നമുക്കൊരു എനിക്ക് താങ്ങാവുന്നതിലും അധികമായിട്ട് വിഷമങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അപ്പോൾ എനിക്ക് പിടിച്ച കിടത്തിന് എനിക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല. ഞാൻ ആകെ താകാൻ തരിപ്പാണ്. ആ സമയത്ത് എന്നെ ഒന്ന് ചേർത്ത് നിർത്തുക എന്നുള്ളത് പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല ഇന്ന് വരെ. അതൊരു ഇതാണ് കേട്ടോ. എടി നിനക്കൊരു പ്രശ്നം വന്നാൽ നിനക്ക് ഞാനുണ്ട് ഒരു വാക്ക് പറയുകയോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് വെളിയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പം അത് പുള്ളിയുടെ ഒരൊറ്റ വാക്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. പക്ഷെ പുള്ളി അങ്ങനെ ഒരു വാക്ക് അങ്ങനെ പറയത്തൊന്നുമില്ല. പുള്ളി വിട്ടേര്, മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മളല്ലേ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ.
അപ്പം ഒരു നമ്മുടെ എന്താ മനസ്സിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെ പുള്ളി അഹങ്കാരം, നീ എന്തിനാവശ്യമില്ലാത്ത ചിന്തിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ. എനിക്കുള്ള മെയിൻ ഒരു കാര്യമാണ് ഓവർ തിങ്കിങ്. എനിക്ക് രാത്രി കിടന്ന ഉറക്കം വരത്തില്ല. എനിക്ക് മനസ്സിൽ എന്തൊരു കാര്യം കിട്ടും അത് കിടന്ന് പുകഞ്ഞ് എത്ര അത് മാറ്റാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. അപ്പം കുഞ്ഞിലേ തൊട്ടുള്ള എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു എനിക്ക് വിഷാദം എന്നൊക്കെ പറയാമല്ലോ. എപ്പോഴും എൻ്റെ എന്തോ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം തീർന്നു, അത് ഇതെന്നൊക്കെ പറയാം, വിഷമിച്ചിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു ടൈപ്പാണ് ഞാൻ. അപ്പം ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് ഇങ്ങനെ അലയടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ആ ബുദ്ധിമുട്ട്, ഉറക്കക്കുറവ്, അങ്ങനെ എന്താണ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ സൈക്കോയാണ് കേട്ടോ. അത് സത്യം, വെറുതെ പറയല്ല. ഞാൻ എന്ത് കാര്യം എന്താണ് വേദന എന്ന് പറഞ്ഞ കാര്യം ഞാൻ എത്ര മണിയിൽ സഹിക്കും. ആദ്യം ഇതല്ല, ഞാൻ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് കിടന്നപ്പോൾ വേദന അങ്ങേറ്റമായിട്ട് പോലും എന്നോട് അനസ്തേഷ്യയുടെ ഡോക്ടർ ചോദിച്ചു, തനിക്ക് പെയിൻ ഇല്ലയോടോ എന്ന്. ഞാൻ പിടിച്ച് നിൽക്കും കേട്ടോ, കരയത്തില്ല, കട്ടിച്ച് പിടിച്ച് ഞാൻ നിൽക്കും. കാരണം എൻ്റെ അമ്മ പുള്ളി വെളിയിൽ നിന്ന് ആലില പോലെ വിറക്കി. അപ്പം ഞാൻ കരഞ്ഞാലും അമ്മ വീണു പോകും. അപ്പം ഞാൻ എത്ര വേദനയും ഞാൻ സഹിക്കും, എന്തും ക്ഷമിക്കും, സഹിക്കും. വേദന ശക്തി ദൈവം തമ്മിൽ എനിക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിനാണ് ഞാൻ നന്ദി പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തും ഞാൻ സഹിക്കും. പക്ഷെ എനിക്ക് നമ്മളെ മാനസികമായിട്ട് തകർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ അതിജീവിച്ച് കയറി വരാൻ ഭയങ്കര പാടാണ്. കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞ് അപമാനങ്ങൾ, ആക്ഷേപങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, നമ്മളെ പുച്ഛിച്ച് തള്ളുക, നമ്മളെ വേദനിപ്പിക്കുക, എന്നെ തകർക്കാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് തന്തയില്ലാത്തുള്ള വിളി. അമ്മാതിരി പരിപാടികളൊക്കെ ചെയ്ത് എന്നെ വീഴ്ത്തുക. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോവും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ചേട്ടൻ അപ്പം എന്നെ ആ ഒരു അറ്റത്തിലേക്ക്, ആ ഒരു ഇതിലേക്ക് എന്നെ കൊണ്ടുപോകാതിരിക്കാൻ പുള്ളി നോക്കിയാൽ പറ്റും. പക്ഷെ പുള്ളി എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു മെൻ്റലി ഒരു സപ്പോർട്ടും കാര്യങ്ങളും കുറവാണ്. അല്ലാത്ത പക്ഷം അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമൊക്കെ. മീൻ വരെ വിട്ട് തരും കേട്ടോ, എന്ത് വേണേലും ചെയ്തു തരും. പാവമാണ്. പിന്നെ ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും മൂക്കൊന്നും ഇല്ല, അതും ഇതൊക്കെ വിളിച്ച് പറയും. അപ്പോൾ എനിക്ക് ദേഷ്യം വരികയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ അവർക്കും എന്നോടല്ലേ ദേഷ്യപ്പെടാൻ പറ്റത്തുള്ളൂ. അമ്മയോടോ അച്ഛനോടൊക്കെ ദേഷ്യപ്പെട്ട് അവരത് വേറെ രീതിയിൽ എടുക്കും. അപ്പം എന്നോടല്ലേ ഭാര്യയോടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനും മൈൻഡ് ആക്കത്തില്ല. എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഇതുപോലൊരു ഹസ്ബൻഡിന് വേറെ ആർക്കും കിട്ടത്തില്ല, അത് വേറെ കാര്യം. ഏതൊരു മനുഷ്യനും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് വേറെ എന്തിനേക്കാളും കുറച്ചുകൂടി ഒരു പടി നമുക്ക് വേണ്ടത് ഒരു മെൻ്റലി ഉള്ളൊരു സംഭവം കേട്ടോ. ഏത് അവസരമാണെങ്കിലും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞത് തോന്നൽ, അത് കുറച്ച് ഇതാണ്, അത് കുറവാണ്. പക്ഷെ അങ്ങേരോട് എനിക്കതുകൊണ്ട് കേട്ടോ. പുള്ളി ഭയങ്കര നെഗറ്റീവാണ് കേട്ടോ. എന്തൊരു വന്നാൽ ഞാൻ എന്തിനു പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ, എന്തിനു പോയാലും നടക്കത്തില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് അടിയാണ്. അപ്പം ഞാൻ പറയും, ഇയാൾക്ക് എന്തുവാ, നമുക്കും ഒരു ദിവസം വരും, നമ്മളെന്നും ഇങ്ങനെ ദരിദ്രവാസികളായിട്ട് ഇരിക്കത്തില്ല, നമുക്കിപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, മാറും, ഈ അവസ്ഥ മാറും, എന്നും ഇതുപോലെ ഇരിക്കത്തില്ല, ഈ സമയവും കടന്നു പോകും, നമ്മുടെ ലൈഫിലും ചേഞ്ചസ് ഉണ്ടാവും, നമുക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കാനൊക്കെ പറ്റും, നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ ഞാൻ പുള്ളിയെ പോസിറ്റീവ് ആക്കാൻ നോക്കും. പക്ഷെ തിരിച്ച് നമ്മളെ ആ ഒരു സപ്പോർട്ട് കുറവാട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് ഞാൻ നോക്കിയിട്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ചേഞ്ച് ആയിട്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മകൻ, അച്ഛൻ, ഹസ്ബൻഡ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇനി ഇത് കണ്ടിട്ട് പുള്ളി ഇനി എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അടുത്ത 4ാമതായിട്ട് നമ്മുടെ നീമാനുഭൂ ചോദിച്ചിരിക്കുന്നത്, ചേച്ചിക്കാണോ കൂടുതൽ ദേഷ്യം ചേട്ടനാണോ എന്ന്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ദേഷ്യക്കാരാണ് കേട്ടോ, ഭയങ്കര ദേഷ്യക്കാരാണ്. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ 21 വയസ്സ്, അപ്പം നമ്മൾ ഭയങ്കര കലിപ്പായിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടുക തല്ലിപ്പൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം നല്ല മാറ്റമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ജീവിതത്തിലേക്ക് കടന്ന് കുറേ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ മറ്റൊരാടെ ചെലവിൽ കഴിയുന്നവരാണ് വേറെ ആടെ വീട്ടിൽ. നമുക്ക് അവിടെ ഇല്ലാണ്ടായി ഇവിടെ ഇല്ലാണ്ടായിട്ട് നമ്മളിങ്ങനെ ഒരു അന്തേവാസിയെ പോലെയൊക്കെ കഴിയുന്ന ഒരാളാണ്. അപ്പം എന്ത് സഹിക്കുക, ക്ഷമിക്കുക. കണ്ണുണ്ട്, കാതുണ്ട്, വായുണ്ട്, പക്ഷെ കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരശേഷിയില്ല എന്നൊക്കെ വിചാരിച്ചൊക്കെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ പോവാം. പക്ഷേ ഞാനെന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ദേഷ്യം കൂടുതലാണ്. പറഞ്ഞു വരുമ്പോൾ ടോപ്പിക് അങ്ങ് മാറിപ്പം ആ ചേട്ടന് നല്ല ദേഷ്യമാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം വന്ന് പുള്ളി ഒരു സമയത്ത് വന്നപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒന്നും മൈൻഡ് ആക്കത്തില്ല, അങ്ങ് വിട്ടുകളയൊക്കെ ചെയ്യും. എന്നാലും എന്താണ്, ഇപ്പം ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ വഴക്കിനൊന്നും പോകാറില്ല.
പുള്ളിയും അങ്ങനെ വരാറില്ല. പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും വയ്യാതൊക്കെ വന്ന് ഭയങ്കര നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലാതിരിക്കുക. നമ്മൾ സാഹചര്യത്തെ മനസ്സിലാക്കി പെരുമാറുവാണെങ്കിൽ കുറേയൊക്കെ പ്രശ്നം ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ കലിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു കേട്ടോ. പിന്നെ എന്താണ് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും മൂന്നാമതൊരാൾ കയറി വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിലില്ലാതെ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഞങ്ങളായിട്ടൊരു പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ടുപേർക്കും ദേഷ്യമുണ്ട്, പക്ഷേ അതൊക്കെ ഇപ്പോൾ രണ്ടുപേരും കൺട്രോൾ ചെയ്ത് അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെന്ത് വേണം, മക്കളുടെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ മക്കളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ചങ്ങ് ഇതായിട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അമൃത ബി ചോദിച്ചിരിക്കുന്നു, ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജോലി എന്താണ്? അച്ഛൻ കൂലിപ്പണിയാണ്. നമ്മൾ ഇങ്ങനെ പുല്ലൊക്കെ കിളച്ച് വൃത്തിയാക്കും, വിറക് കീറും, പിന്നെ ഇങ്ങനെ സിമെൻറ്റ് ഗോഡൗണിൽ സിമെൻറ്റിൻ്റെ പൊടി ഇറക്കാനൊക്കെ പോകും, അങ്ങനെയൊക്കെ. അമ്മയാണെങ്കിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോകുക, അത്രേ ഉള്ളൂ. ചേച്ചി ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് ആയിരുന്നു എടുത്തത്? ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അപ്പം നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തന്നിട്ടുണ്ട്. അപ്പം എന്താണ്, എനിക്കൊന്നു നിങ്ങൾ കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ആണെങ്കിലും ചോദിച്ചപ്പം എനിക്ക് എന്തൊക്കെയൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ വലിച്ചു നീട്ടി ഒത്തിരിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്താണ്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അപ്പം അവർ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയണ്ടേ, അതാണ് പറഞ്ഞത്. അപ്പം എന്താണ്, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. അവരുടെ എന്തെങ്കിലും നെഗറ്റീവ് കമൻ്റൊക്കെ ഇട്ടിട്ട് എന്നെ വിഷമിപ്പിക്കുന്ന നിങ്ങളുടെ സമയം കളയുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ചാനലിൽ കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, കുഴപ്പമില്ലാതെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നു. പിന്നെന്താണ്, അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെപ്പോലുള്ള ചാനലുകളെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകളെയൊക്കെ. കാരണം അവരെയൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് വിനീത, അവരുടെ ചാനലാണ് കിളിക്കൂട്. അപ്പം ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടു നോക്കുക. അവരും അമ്മയും 2 മക്കളുമൊക്കെയാണ്. അപ്പം എന്നെക്കാട്ടും എൻ്റെ ചാനലിനെക്കാട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട്, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവരുടെ ചാനലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. എന്താണ്, പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, എല്ലാത്തിനുള്ള ഉത്തരങ്ങളായി എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക, നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരങ്ങളൊക്കെ ആണോ, നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം ഇങ്ങനെ ഇരുന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ സ്ലാബയിൽ ഫോൺ വെച്ചിട്ട് കസാര ഇട്ടിട്ടാണ് ഇരുന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളുടെ പുറകോട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് കുറേ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുന്ന വീഡിയോസ് ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്നത്. അപ്പം കൂടുതലൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ Q&A വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസ് ഒക്കെ ഇടുക. അപ്പം വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിനു മുന്നേ ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.